ദുരന്തബാധിത മേഖലയിലെ വയോജനങ്ങളെയും ഭിന്നശേഷിക്കാരെയും വിദ്യാർത്ഥികളെയും സംബന്ധിച്ച് അവരുടെ സമ്പൂർണമായ പുനരധിവാസവും തുടർ ജീവിതവും ആയി ബന്ധപ്പെട്ട എല്ലാ ഉത്തരവാദിത്തങ്ങളും സോഷ്യൽ ജസ്റ്റിസ് വകുപ്പിൻ്റെയും അതുപോലെ ഹയർ എഡ്യൂക്കേഷൻ ഡിപ്പാർട്ട്മെൻറ്റിൻ്റെയും ഏകോപിതമായ പ്രവർത്തനത്തിലൂടെ എങ്ങനെ ഉറപ്പാക്കാമെന്നുള്ളത് വളരെ വിശദമായിട്ട് തന്നെ ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരുടെ വിവിധങ്ങളായിട്ടുള്ള യോഗത്തിൽ ചർച്ച ചെയ്യുകയും അതിൻ്റെ അടിസ്ഥാനത്തിൽ തീരുമാനങ്ങൾ എടുക്കുകയും ചെയ്തിട്ടുണ്ട്. ഇന്നിവിടെ ചേർന്ന യോഗത്തിൽ ആ കാര്യങ്ങളെല്ലാം വിശദമായിട്ട് അവതരിപ്പിക്കുകയും ഫീൽഡിലുള്ള പ്രയാസങ്ങളുടെ കൂടെ അടിസ്ഥാനത്തിൽ ചില തീരുമാനങ്ങൾ കൈക്കൊള്ളുകയും ചെയ്തിട്ടുണ്ട്. അതിൻ്റെയൊക്കെ വിശദാംശങ്ങളാണ് പത്രസമ്മേളനത്തിൽ ഷെയർ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത്. ഭിന്നശേഷിക്കാരും വയോജനങ്ങളുമായ മുഴുവൻ പേരുടെയും സമ്പൂർണമായിട്ടുള്ള പുനരധിവാസവും അവർക്ക് ആവശ്യമായിട്ടുള്ള എല്ലാവിധ പിന്തുണയും സംരക്ഷണവും എല്ലാം ഉറപ്പാക്കുകയാണ്. സാമൂഹ്യനീതി വകുപ്പിൻ്റെ കീഴിൽ പ്രവർത്തിച്ചു വരുന്ന ഹോമുകളിൽ അവർക്ക് താമസ സൗകര്യം ഉറപ്പാക്കും. വകുപ്പ് നേരിട്ട് നടത്തുന്ന ജില്ലയിലെ ഹോമുകളിലാണ് ആദ്യത്തെ പ്രയോറിറ്റി നൽകുക. അവയുടെ കപ്പാസിറ്റി അനുസരിച്ച് പരമാവധി പേരെ അതിൽ ഉൾക്കൊണ്ടുപോകാനും തുടർന്ന് ബാക്കി വരുന്നവരെ ഓർഫനേജ് കൺട്രോൾ ബോർഡിൻ്റെ ആഭിമുഖ്യത്തിൽ പ്രവർത്തിച്ചു വരുന്ന മറ്റ് സ്ഥാപനങ്ങളിൽ അധിവസിപ്പിക്കാനുമുള്ള തീരുമാനമാണ് കൈക്കൊണ്ടിട്ടുള്ളത്. അവർക്ക് വയോജനങ്ങൾക്ക് വയോരക്ഷാ പദ്ധതി പ്രകാരവും ഭിന്നശേഷിക്കാർക്ക് പരിരക്ഷാ പദ്ധതി പ്രകാരവും ഡിസ്ട്രസ്സിൽ അകപ്പെടുന്ന സന്ദർഭങ്ങളിൽ അതാത് വിഭാഗങ്ങൾക്ക് വേണ്ടുന്ന സുരക്ഷ ഉറപ്പുവരുത്തുന്നതിനുള്ള ഈ പദ്ധതി ആനുകൂല്യങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് തന്നെ അവർക്ക് വേണ്ടുന്ന എല്ലാ ആവശ്യങ്ങളും നിറവേറ്റും. സഹായ ഉപകരണങ്ങൾ നഷ്ടപ്പെട്ട ഭിന്നശേഷിക്കാർക്ക് ഉപകരണങ്ങൾ ലഭ്യമാക്കാനും സാമൂഹ്യനീതി വകുപ്പിൻ്റെ വിവിധ ഏജൻസീസിനെ ഏകോപിപ്പിച്ചുകൊണ്ടുള്ള നടപടി സ്വീകരിക്കും. സ്റ്റേറ്റ് ഇനീഷ്യേറ്റീവ് ഫോർ ഡിസബിലിറ്റിയുടെ പിന്തുണയും ഇക്കാര്യത്തിലുണ്ടാവും. നാഷണൽ ഇൻസ്റ്റിറ്റ്യൂട്ട് ഫോർ ഫിസിക്കൽ മെഡിസിൻ ആൻഡ് റീഹാബിലിറ്റേഷൻ അതിനു വേണ്ടുന്ന ഉപകരണങ്ങളും അസിസ്റ്റീവ് സംവിധാനങ്ങളും ഉറപ്പാക്കും. ഇക്കാര്യത്തിൽ അതുമായി ബന്ധപ്പെട്ട ഡാറ്റ കളക്ഷൻ സാമൂഹ്യനീതി ഓഫീസറും NSS വോളണ്ടിയർമാരും മുഖാന്തരം ഉറപ്പാക്കും. അതുപോലെ മെൻ്റൽ ട്രോമയെ മറികടക്കുന്നതിന് കൗൺസിലിംഗ് നൽകുന്നതിനുള്ള തീരുമാനമെടുത്തിട്ടുണ്ട്. കൗൺസിലിംഗ് ഇപ്പോൾ തന്നെ നല്ല നിലയിൽ നടന്നു വരുന്നുണ്ട്. ഹയർ എഡ്യൂക്കേഷൻ വകുപ്പിന് കീഴിൽ പ്രവർത്തിക്കുന്ന NSSൻ്റെയും NCCയുടെയും ആഭിമുഖ്യത്തിലുള്ള സന്നദ്ധ വോളണ്ടിയേഴ്സ് ദുരന്തമുണ്ടായ ദിവസം മുതൽ ഫീൽഡിൽ വളരെ സജീവമായിട്ട് പ്രവർത്തിക്കുന്നുണ്ട്. വോളണ്ടിയേഴ്സും അവർക്ക് നേതൃത്വം നൽകുന്ന അധ്യാപകരും മികച്ച സേവനമാണ് ഈ രംഗത്ത് കാഴ്ചവെക്കുന്നത്. അതോടൊപ്പം സാമൂഹ്യനീതി വകുപ്പിൻ്റെ വ്യത്യസ്തങ്ങളായിട്ടുള്ള ഏജൻസികളുമായി ബന്ധപ്പെട്ടുള്ള കൗൺസിലിംഗ് നൽകുന്ന എല്ലാ കേന്ദ്രങ്ങളെയും ഏകോപിതമായ നിലയിൽ പ്രവർത്തിക്കുന്നതിനായിട്ട് സജ്ജീകരിക്കുകയാണ്. അതിനായിട്ട് ഒരു പ്രത്യേക സെൽ സാമൂഹ്യനീതി ഓഫീസറുടെയും കുടുംബശ്രീ ജില്ലാ മിഷൻ അസിസ്റ്റന്റ് കോർഡിനേറ്ററുടെയും നേതൃത്വത്തിൽ പ്രത്യേകമായിട്ട് സംവിധാനം ചെയ്യും. ആ സെല്ല് പ്രവർത്തിക്കാൻ ഒരു സ്ഥലവും തീരുമാനിക്കുന്നുണ്ട്. എല്ലാ ക്യാമ്പുകളിലും ആവശ്യാനുസരണം കൗൺസിലിംഗ് നൽകാനുള്ള സംവിധാനം ഉണ്ടാക്കുന്നതോടൊപ്പം വീടുകളിൽ ഒറ്റപ്പെട്ടു പോകുന്നവർ നേരിടുന്ന ആങ്സൈറ്റിയും ട്രോമയും കൈകാര്യം ചെയ്യാൻ സഹായകരമായ വിധത്തിൽ വീടുകളിലേക്കും സേവനം എത്തിക്കുന്നതിന് കൗൺസിലിങ്ങിൻ്റെ സേവനം എത്തിക്കുന്നതിന് ഉള്ള നടപടിയാണ് സ്വീകരിച്ചിട്ടുള്ളത്. നിപ്മറിൻ്റെ ആഭിമുഖ്യത്തിൽ ടെലി കൗൺസിലിംഗ് നടന്നു വരുന്നുണ്ട്. ആ സേവനവും ആവശ്യാനുസരണം ലഭ്യമാക്കുന്നതിന് വേണ്ടി ഈ ഏകോപിത സെല്ലിൻ്റെ ഭാഗത്തു നിന്നുള്ള ഇനീഷ്യേറ്റീവ് ഉറപ്പാക്കും. തനിച്ചല്ല നിങ്ങൾ ഒപ്പമുണ്ട് ഞങ്ങൾ എന്നുള്ളതാണ് സാമൂഹ്യനീതി വകുപ്പിൻ്റെ ഒരു മുദ്രാവാക്യം. അതനുസരിച്ച് ഒറ്റപ്പെട്ട് പോകാതെ എല്ലാവരെയും ചേർത്ത് നിർത്തുകയും അവർക്ക് വേണ്ടുന്ന പിന്തുണാ സംവിധാനങ്ങൾ ഉറപ്പുവരുത്തുകയും ചെയ്യുക എന്നുള്ളതാണ് ഇന്നിപ്പോൾ യോഗത്തിൻ്റെ ഭാഗമായിട്ടെടുത്തിട്ടുള്ള തീരുമാനം. അതുപോലെ വിദ്യാർത്ഥികളുടെ കാര്യത്തിൽ
നമുക്ക് വിദ്യാർത്ഥികളുടെ ജീവൻ നഷ്ടപ്പെട്ടു പോയിട്ടുണ്ട്. അവരുടെ കുടുംബങ്ങളെ ആശ്വസിപ്പിക്കുന്ന പ്രവർത്തനം ഏറ്റെടുക്കുന്നുണ്ട്. അതോടൊപ്പം തന്നെ സർവൈവേഴ്സ് ആയിട്ടുള്ള വിദ്യാർത്ഥികളുടെ തുടർ ജീവിതവും തുടർ പഠനവും സംബന്ധിച്ചുള്ള എല്ലാ പിന്തുണയും ഹയർ എഡ്യൂക്കേഷൻ വകുപ്പിൻ്റെ വ്യത്യസ്ത ഏജൻസികളെ ഏകോപിപ്പിച്ചുകൊണ്ട് ഉറപ്പാക്കുകയാണ്. രക്ഷാകർത്താക്കളും പാർപ്പിടവും നഷ്ടമായവർക്ക് അത് ലഭ്യമാക്കും. നേരത്തെ തന്നെ പ്രഖ്യാപിച്ചിട്ടുള്ള കാര്യമാണ് നാഷണൽ സർവീസ് സ്കീമിൻ്റെ ആഭിമുഖ്യത്തിൽ 150 വീടുകൾ ദുരന്തബാധിത മേഖലയിൽ ഒരുക്കുമെന്നുള്ളത്. വീട് നഷ്ടപ്പെട്ട ഭവനരഹിതരായിട്ടുള്ള കുടുംബങ്ങൾക്ക് 150 വീടുകൾ ഗവൺമെൻറ് സംവിധാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട്, ബഹുമാനപ്പെട്ട മുഖ്യമന്ത്രി നയിക്കുന്ന സംവിധാനത്തോട് ചേർന്ന് നിന്നുകൊണ്ട് NSS പണിത് നൽകും. അതിൽ വീട് നഷ്ടപ്പെട്ട വിദ്യാർത്ഥികൾ ഉൾപ്പെടെ ഉണ്ടായിരിക്കും. അതുപോലെ പാർപ്പിടം അത്തരത്തിൽ ലഭ്യമാക്കും. സർട്ടിഫിക്കറ്റുകൾ നഷ്ടപ്പെട്ടവർക്ക് ആ വിലപിടിപ്പുള്ള രേഖകൾ ഏറ്റവും പെട്ടെന്ന് നൽകുന്നതിനായിട്ട് യൂണിവേഴ്സിറ്റികളുമായി ബന്ധപ്പെട്ട് ക്രമീകരണങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ട്. നഷ്ടപ്പെട്ട സർട്ടിഫിക്കറ്റ്സ് യൂണിവേഴ്സിറ്റികളും പോളിടെക്നിക്കുകളും പ്രത്യേകമായിട്ട് ഏറ്റവും പെട്ടെന്ന് തയ്യാറാക്കി നൽകും. അതുപോലെ എക്സാമിനേഷൻ ഓൺ ഡിമാൻഡ് എന്ന നിലയിലുള്ള ഒരു കാര്യം അംഗീകരിച്ചിട്ടുണ്ട്. രജിസ്ട്രാർമാരുടെയും കൺട്രോളർമാരുടെയും സംയുക്ത യോഗം വിളിച്ചു ചേർത്താണ് ആ തീരുമാനം കൈക്കൊണ്ടിട്ടുള്ളത്. കുട്ടികൾ ആവശ്യപ്പെടുന്ന, ഇപ്പോൾ ഒരുപാട് ശക്തമായിട്ടുള്ള ട്രോമയിലൂടെയാണ് അവർ കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. വലിയ ആന്തരിക സമ്മർദ്ദത്തിലൂടെയാണ് കടന്നുപോയിക്കൊണ്ടിരിക്കുന്നത്. അതുകൊണ്ട് അവരുടെ പരീക്ഷകൾ, ഈ ദുരന്തബാധിത മേഖലയിലെ വിദ്യാർത്ഥികളുടെ പരീക്ഷകൾ അവരുടെ ആവശ്യാനുസരണം അവർക്ക് ഇഷ്ടമുള്ള സമയത്തും സ്ഥലത്തും നടപ്പാക്കുക എന്നുള്ളതാണ് എക്സാമിനേഷൻ ഓൺ ഡിമാൻഡ് എന്നുള്ള ആശയത്തിൻ്റെ ഭാഗമായിട്ട് ഏറ്റെടുത്തിട്ടുള്ള കാര്യം. ഇപ്പോൾ സെമസ്റ്റർ പരീക്ഷകൾക്ക് ടൈം ടേബിൾ തയ്യാറാക്കിയിട്ടുള്ളത് ആ സമയത്ത് അവർക്ക് അറ്റൻഡ് ചെയ്യാൻ തീർച്ചയായും സാധിക്കില്ല. അതുകൊണ്ട് അവരുടെ സൗകര്യപ്രദമായിട്ടുള്ള സമയവും സ്ഥലവും നിശ്ചയിച്ച് അറിയിക്കുന്നതിനുള്ള ക്രമീകരണമാണ് ഉണ്ടാക്കുന്നത്. നഷ്ടപ്പെട്ട സർട്ടിഫിക്കറ്റുകൾ തയ്യാറാക്കി നൽകുന്നതിന് സർവകലാശാല തലത്തിൽ സംവിധാനം ഉണ്ടാക്കുന്നുണ്ട്. വയനാട്ടിൽ ഉന്നത വിദ്യാഭ്യാസ മേഖലയിലെ വിദ്യാർത്ഥികളെ കണ്ടെത്തി അവർക്ക് വേണ്ടുന്ന എല്ലാ കാര്യങ്ങളും വിശദമായിട്ട് മനസ്സിലാക്കാനുള്ള ഏകോപിത പ്രവർത്തനം നടത്തുന്നതിന് ചുമതലപ്പെടുത്തിയിട്ടുള്ളത് കൽപ്പറ്റ ഗവൺമെൻറ് കോളേജിലെ സോബിൻ വർഗീസ് MV എന്ന അധ്യാപകനെയാണ്. അദ്ദേഹത്തിൻ്റെ മൊബൈൽ ഫോൺ നമ്പറും കൂടി ഞാനിവിടെ അറിയിക്കുകയാണ്. 9496810543. അതാണ് ആ അധ്യാപകൻ്റെ മൊബൈൽ നമ്പർ. 9496810543. സോബിൻ വർഗീസ് MV അദ്ദേഹമാണ് അതിൻ്റെ നോഡൽ ഓഫീസറായിട്ട് പ്രവർത്തിക്കുക.